സുഖമില്ലാണ്ടായി, ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആർക്കും വേണ്ടാണ്ടായി. ബന്ധുക്കൾ ഉപേക്ഷിച്ചെങ്കിലും ഒരു നാടാകെ തന്നെ നിങ്ങൾക്ക് ഇപ്പോ സഹായം നൽകുന്നുണ്ട്. ഇപ്പോ അവര് പലരുടെയും ഇടപെടലുണ്ടാകുന്നു. അപ്പൊ അതിലൊക്കെ എങ്ങനെയാണ് ഒരു എല്ലാവരോടും നന്ദിയുണ്ട്. ഇപ്പൊ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റിയാണ് ചേട്ടൻ ധൈര്യമായി ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുക. നമ്മളെല്ലാവരും തന്നെ കൂടെ ഉണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഒരു വിഷമവും വേണ്ട, നമ്മൾ ഒന്നടങ്കം ഒപ്പം ഉണ്ടെന്നുള്ളതാണ്. എന്തായാലും പോലീസ് എന്താണ് ചേട്ടാ പറഞ്ഞത്? എല്ലാ സഹായവും കേരള പോലീസിനുണ്ടായി. എനിക്ക് അവിടെ വെച്ചിട്ട് ഒരു കടയിൽ നിന്ന് ഭക്ഷണം തന്ന് മതിലകത്ത് വെച്ചിട്ട് ഒരു ഇക്ക പറഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കുക ശംസുനാസുള്ളതെന്ന് പറഞ്ഞു. അയക്കാരനെ ദുബായിൽ വെച്ച് നല്ല രീതി കണ്ടിട്ടുള്ളതാണ്. ഞാൻ കിടക്കുന്ന വിഷമം കണ്ടിട്ട് പഴയ ശംസുനെ വേണ്ടെന്നും പറഞ്ഞിട്ട് നന്നായിട്ട് ആ കട ഒരു ഹോട്ടലിൽ പറഞ്ഞു ആ ഭക്ഷണം അവർ വന്ന് മുടക്കി മൂത്തേട്ടൻ ഞണ്ട് അവരെ ചീത്ത പറഞ്ഞു. അതോടുകൂടി ആ ഭക്ഷണം മുടങ്ങിപ്പോയി. എന്നിട്ട് ആരെങ്കിലും തരുന്ന ഭക്ഷണമാണ് ഞാൻ കഴിച്ചിരിക്കും. അതിന്റെ ഇടയിൽ നിന്നും ഭാര്യ പറഞ്ഞ് കണ്ണൂർ ഭാര്യക്ക് സുഖമില്ലാത്തതിന് മാനസികത്തിന്റെ സുഖം അതിനൂടെ അത് പറഞ്ഞ് നിങ്ങൾ അവരെ ആട്ടുന്നു പോയിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോ ഇവൾക്ക് മനസ്സിലായില്ല എന്റെ കൈകാലിൽ ഇത്രയും ഞാൻ ആവശ്യം. ഞാൻ അവളോട് പറഞ്ഞു ഞാനിവിടെ എല്ലായിടത്തും നീ കിടക്കട്ടെ മുള്ള നിന്നെ കുറെ നാല് ഞാൻ നോക്കിയല്ലേ ഞാൻ എന്നൊന്ന് നോക്കിക്കൂടെ. അപ്പൊ അവരിക്കും പറഞ്ഞ് വേണ. അങ്ങനെ ഞാൻ തിരിച്ചു വരുമ്പോണ്ട് ഏട്ടന്മാരുണ്ട് എന്നെ കാത്തിക്കണ്ട് വലിച്ചു കാറിൽ നിന്നിറക്കി 2 പേട പിടിച്ചിട്ട് അവരെ കാറിൽ എടുത്തിട്ടിട്ട് ഏട്ടപ്പുള്ളി കളയാൻ കൊണ്ടുവന്നേക്കണേ. ഞാൻ പറഞ്ഞ അവിടെ കളയല്ലേ. എന്നാ നോർത്തിലെ ജോലി കോർപ്പറേഷന്റെ കാനഡ പണിയൊക്കെ എടുത്തിരുന്നു. അങ്ങനെ അവിടെ അറിയുന്നവരാരെങ്കിലും ഉപേക്ഷിക്കാൻ കൊണ്ടുപോകണം അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ അവര് കുറെ ദിവസമായി പറയുന്നത് നീ എവിടെ കിടന്ന് ചാവണില്ലല്ല, നീ ചാവുകയെങ്കിൽ അത്രയും നല്ലതാണ്. ഞാൻ അവിടെ ഉള്ളപ്പോഴും കള്ളു കുടിച്ച് എന്റെ പെങ്ങളെ മോനിക്ക് കുറെ കള്ളം മേടിച്ചു കൊടുത്തിട്ട് എന്നെ പറഞ്ഞേക്കാൻ വേണ്ടി എന്നെ തല്ലാനൊക്കെ അവര് വണ്ടിയിൽ വെച്ചൊക്കെ ഒരുപാട് ഉപദ്രവിച്ചു. ഉപയോഗിച്ചു അന്നിങ്ങടൊക്കെ. ഞാൻ പറഞ്ഞ എനിക്ക് ജീവനുണ്ട് എന്നെ ഇടിക്കല്ലേ. ചേട്ടാ പോലീസ് ഇപ്പോഴും പറയുന്നത് ബന്ധുക്കൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൈമാറുമെന്നുള്ളതാണ്. അപ്പൊ ഒരു ചേട്ടന് പോകാൻ ഒരു ആശങ്കയുണ്ടോ? ഒരു കുഴപ്പമില്ല, അവരെ കാൽക്കീഴിൽ എവിടെയെങ്കിലും ഒതുങ്ങി കിടന്നോളാം. എനിക്ക് എന്റെ ഉമ്മയുടെ കണ്ണം വിട്ടു മരിച്ചാ മതി.